എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പത്തിലും അധികം ഉഴുന്നൊന്നും ഉപയോഗിക്കാതെ ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി ദോശയാണ്. ഇതുപോലെ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടും. അത് നല്ല മുളക് ചമ്മന്തിയുടെ കൂടെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദോശ നമ്മൾ സെർവ് ചെയ്യുന്നത്. മുളക് ചമ്മന്തിയിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. ഇതുവരെ ഇതുപോലൊരു ദോശ തയ്യാറാക്കി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ അരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പച്ചരിയും എടുക്കാവുന്നതാണ്. ഇഡ്ഡലി റൈസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉഴുന്നാണ് വേണ്ടത്. ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ അളവിലാണ് ഉഴുന്ന് ഈ ഒരു അരിയിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസിന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് അരിയിലേക്ക് ചേർക്കാം. 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞാൽ അരിയും ഉഴുന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഉഴുന്നും അരിയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് എടുത്തിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെ ചവ്വരിയാണ് 1/4 കപ്പ് അളവിൽ ചേർക്കുന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടെ കഴുകിയെടുത്തിട്ട് വരാം. കൂടെ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ ചോറും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 3/4 കപ്പോളം അവിലൂടെ എടുക്കാവുന്നതാണ്. ഇനി അരി കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 5 മണിക്കൂറെങ്കിലും അരി കുതിർന്ന് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇനി അരി കുതിർന്ന് വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കുതിർന്ന് വന്നിട്ടുള്ള അരി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരി മിക്സർ ജാറിലേക്ക് മാറ്റാം. നമ്മൾ ഈ കുതിർത്തിയ വെള്ളം കൊണ്ട് തന്നെയാണ് അരി അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യ പകുതി അരിയോളം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമ്മിയത് കൂടെ ചേർക്കണം. ഇനി കുതിർത്തിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ആദ്യ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ടാമത് ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ രണ്ടാമതും അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിക്കുവാണ്. നല്ല തരിതരിപ്പില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലെ പഞ്ചസാര കൂടെ ചേർക്കാം. ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം മാവ് പൊങ്ങി വരാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. നമ്മളിപ്പോ വൈകിട്ടാണ് അരച്ചു വെക്കുന്നത്. ഇനിയിപ്പോ രാവിലെയാണ് നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കാൻ പോകുന്നത്. നല്ലോണം കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോ തവി വെച്ച് ഇളക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു അയവിനായിരിക്കണം മാവ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും കൂട്ടി അരച്ചെടുക്കരുത്. 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി മാവ് പൊങ്ങി വരാനായിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദോശമാവ് ഇവിടെ കലക്കി വെച്ചിട്ട് രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് മാവ് പൊങ്ങി കിട്ടിയിട്ടുള്ളത്. ഇതുപോലെയാണ് നമുക്ക് മാവ് പൊങ്ങിക്കിട്ടേണ്ടതും. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്തിട്ടില്ല, ഈസ്റ്റ് ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാവൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു മുളക് ചട്നി കൂടെ തയ്യാറാക്കാം. ഈ ഒരു സമയത്ത് മാവിന് ഉപ്പോ മധുരമോ ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഇതിലേക്കായിട്ട് ഒരു 15 മുളക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ മുളക് ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മുളക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ 2 സവാള, ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കണം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചെറിയ അളവില് വാളൻ പുളി കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മുളക് ചട്നി ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചുകൂടി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റാം. പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മുളക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി വഴറ്റാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലവണ്ണം വഴറ്റി വറ്റിച്ചെടുക്കാം. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടണം. അതിനായിട്ട് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം.
അങ്ങനെ നമ്മുടെ മുളക് ചട്നിയിൽ ആ ഒരു വെള്ളമെല്ലാം വറ്റി ഒന്ന് നല്ല കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ദോശ തയ്യാറാക്കി എടുക്കാനുള്ള അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ദോശ തയ്യാറാക്കി എടുക്കാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലെണ്ണ തുടച്ചു കൊടുക്കാം. ഇനി പാനിലേക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. വെള്ളം തളിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ഹോള് വന്നിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നടുഭാഗമൊക്കെ ഒന്ന് മുറിവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ നിന്നും ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യ ദോശ റെഡിയായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. രണ്ടാമത്തെ ദോശയും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നിറയെ ഹോളുകൾ വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാലോ, നല്ല ഹോളോടുകൂടി തന്നെയാണ് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ദോശയാണ്. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമാകും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ അപ്പവും ഇവിടെ നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാ ദോശയും ഞാൻ ഇതുപോലെ തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട്. ദോശ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതിനായിട്ട് നോൺ സ്റ്റിക്ക് പാനിലും ഞാൻ ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്കിവിടെ എല്ലാം വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. നല്ല പോലെ ഹോൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് നോൺ സ്റ്റിക്ക് പാനിലും അതുപോലെ തന്നെ ദോശ തവയിലും വെച്ചിട്ടാണ് രണ്ട് പലഹാരവും ഇവിടെ മുഴുവനും ചുട്ടെടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാനിലെ പലഹാരം ഇതേ ഒരു രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. താഴെ ഭാഗമൊന്നും കരിയാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. നല്ല നിറയെ ഹോൾസ് ആയിട്ടാണ് നമുക്കിവിടെ മുഴുവനും വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.